ഒരു കല്ലിന് വദ് എന്ന് പേരിട്ടാൽ കല്ല് സാലിഹാവോ വദ്ദാവോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഉദ്ദേശം അവരൊരാളെ പേരിടുന്നത് വെറുതെ ഇടുന്നതല്ല. ആ ആളെയാണ് അവർ ഈ കല്ലിനെ പൂജിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ആരാധിക്കുമ്പോൾ ആ ആൾക്കാണ് അവർ ഇബാദത്ത് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഞാൻ സ്ഥാപിച്ചതും പറഞ്ഞതും നിങ്ങളെല്ലാവരും കേട്ടതും അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, പണ്ടേ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ബുഷിനോട് വലിയ സ്നേഹമാണെന്ന് പറഞ്ഞു. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ബുഷിനെയാണ് പറയാ. ബുഷിനോട് വലിയ മഹബത്താണല്ലോ. കാരണം നിങ്ങൾ തന്നെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. ആ വരുന്നതിൻ്റെ മുമ്പ് സഹോദരന്മാരെ, ആ ബുഷിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിൻ്റെ മുമ്പ് ഈ വിഷയമാണ് പറഞ്ഞു തീർക്കാം. എന്താ അതിൽ പറഞ്ഞത്? അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ കല്ലിന് വദ് എന്ന് പേരിട്ടാ കല്ല് വദ്ദാകുമോ എന്ന് മൂപ്പര് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആവൂല. പൂച്ചക്ക് ബുഷിന് പേരിട്ടാ ബുഷാകുമോ? ഇല്ല. അതിലാർക്കും തർക്കമല്ല. എന്നിട്ട് അത് മൗലവിക്ക് മനസ്സിലായില്ല തോന്നണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പര് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, അതൊന്ന് കേട്ടോളിങ്ങൾ. എന്താ രസം എന്നറിയാ ചോദ്യം. ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൂപ്പര് ഉത്തരം പറയാനൊന്നുമല്ല ലക്ഷ്യം, എന്നെ ഒന്ന് പറയണം, ഒരു സമാധാനം കിട്ടാഞ്ഞിട്ടേ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പോ മൂപ്പര് ആ ഉദാഹരണം പൂച്ചക്ക് ബുഷിന്ന് പേരിട്ടത് കൊണ്ട് ഇനി മൗലവിക്ക് വിഷമൊന്നും വേണ്ട, മൗലവി എന്നെ ആയിക്കോട്ടെ ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഉദാഹരിച്ചിട്ട് നമ്മളെ പേരോട് പറയുന്ന ഉദാഹരണം നിങ്ങളൊന്ന് കേട്ടോളി. അതിന് എനിക്കുള്ള മറുപടി നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കേൾക്കാം. സഹോദരന്മാരെ, ഒരു പോത്തിന് സെലഫി എന്ന് പേരിട്ടാൽ അത് സെലഫിയാകുമോ? ഒരു പോത്തിന് സെലഫി എന്ന് പേരിട്ടാൽ സെലഫിയാകുമോ? ഒരു പൂച്ചക്ക് സെലഫി എന്ന് പേരിട്ടാൽ അത് സെലഫിയാകുമോ? ഇല്ല, ആവൂല. ഒരു പോത്തിനോ കഴുതക്കോ പേരോട് എന്ന് പേരിട്ടാൽ അത് പോത്തോ കഴുതയോ പേരോടാകാത്തതുപോലെ ആവൂല. തർക്കമൊന്നുമില്ല, ഇതില് യാതൊരു തർക്കവും ഇതിലില്ല. ഇവിടെ ആരും തർക്കിച്ചിട്ടുമില്ല. പിന്നെ വിഷയം എന്താണ്? മുശ്രിക്കീങ്ങൾ മഹാത്മാക്കൾ വിഗ്രഹത്തിന് എന്ത് പേരിട്ടു? മഹാത്മാക്കളെ പേരിട്ടു. മഹാത്മാക്കളെ പേരിട്ടാൽ ഈ കല്ല് മഹാത്മാവാകുന്നു നമ്മൾ പറഞ്ഞില്ല. മറിച്ച് അതുകൊണ്ട് വിഗ്രഹം മഹാത്മാവില്ല. പക്ഷേ